Good morning, my dear students. Welcome to CBSE classroom. നമ്മുടെ ഇന്നത്തെ ക്ലാസ് CBSE 10th standard സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ്. ഫിസിക്സ് മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പാർട്ട് 5. അതായത് ഈ ചാപ്റ്ററിലെ ഓൾമോസ്റ്റ് പോർഷൻസ് ഒക്കെ നമ്മൾ കവർ ചെയ്തതാണ് കഴിഞ്ഞ 4 ക്ലാസ്സസിലായിട്ട്. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക് മാത്രമേ ഉള്ളൂ. ആ ഒരു ടോപ്പിക് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വന്നത്. കാരണം ഈ ഒരു ചാപ്റ്ററിലെ കുറേ പോർഷൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ CBSE ബോർഡ് ഇത്തവണത്തെ ബോർഡ് എക്സാമിന് കുറച്ച് പോർഷൻസ് ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഈ ചാപ്റ്ററിൽ ആകെ കുറച്ചേ ഉള്ളൂ. അപ്പൊ ആ കുറച്ചുള്ള ടോപ്പിക്സിനൊക്കെ എന്തായാലും ക്വസ്റ്റ്യൻ വരും, ഒന്നും സ്കിപ്പ് ചെയ്യാനില്ല. അതിൽ തന്നെ ഈ ഒരു ചാപ്റ്ററിൽ ഇപ്പോൾ ഉള്ള പോർഷൻസിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഒന്ന് ഇലക്ട്രിക് മോട്ടർ, പിന്നെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, ഇലക്ട്രിക് ജനറേറ്റർ ഡിലീറ്റ് ചെയ്തു, അത് വേണ്ട. ഇനി നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇലക്ട്രിക് മോട്ടറും ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനുമാണ്. ഇലക്ട്രിക് മോട്ടറിന്റെ വർക്കിംഗ് പറഞ്ഞ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ് ഇട്ടിട്ടുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുക്കാം. ഇത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ടോപ്പിക്ക് ഡീറ്റെയിൽ ആയിട്ട് എന്നാൽ സിമ്പിൾ ആയിട്ട് ഇന്നത്തെ ഒരു ക്ലാസ് കേൾക്കുന്നതോടുകൂടി ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണ്, ഇത് പ്രൂവ് ചെയ്യാൻ ഇതിന്റെ ഒബ്സർവേഷൻ കാണിക്കാൻ വേണ്ടി ചെയ്യേണ്ട എക്സ്പെരിമെന്റ്സ് എന്താണ്, ഈ ഒരു ടോപ്പിക്കിന് മാറ്റി മറിച്ചും വരാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. അപ്പോൾ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്താണെന്നും അതുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസും വർക്കിങ്ങും ഒക്കെ ഇന്നത്തെ ക്ലാസ് കഴിയുന്നതോടുകൂടി നിങ്ങൾ പഠിക്കും. പ്രത്യേകിച്ച് ഒരു എഫേർട്ടും എടുക്കണ്ട, ശ്രദ്ധിച്ച് കേട്ടിരിക്കുക. കഴിയുമെങ്കിൽ ലെക്ചർ നോട്ട് എഴുതുക. ക്ലാസ് കേട്ട് കഴിയുമ്പോൾ നിങ്ങളിത് പഠിച്ചു. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം 100 മാർക്സ് കൊണ്ടുവന്നാൽ മതി. ഞാനിവിടെ 100/100 എഴുതുന്ന വെറുതെ അല്ല കേട്ടോ. നമ്മളൊരു ക്ലാസ് ഒരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ ആ ടോപ്പിക്കിന് വരാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ റെഫർ ചെയ്ത് ആ ഒരു രീതിയിലാണ് നമ്മളിവിടെ ക്ലാസ് എടുക്കുന്നത്. ബോർഡ് എക്സാമിന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്തെല്ലാം ആൻസർ ചെയ്യണം, ഫുൾ മാർക്ക് കിട്ടാൻ എന്തെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നു നമ്മളിവിടെ പറയും. നിങ്ങളതൊന്ന് കേൾക്കുക, ഓർത്ത് വെക്കുക. എക്സാമിന് പോയി നന്നായി എഴുതി എൻ്റെ ക്ലാസ് കേൾക്കുന്ന കുട്ടികളെല്ലാവരും നല്ല മാർക്ക് കൊണ്ടുവരുന്നത് നിർബന്ധമുള്ളതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം, ക്ലാസ് ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ മാത്രം പഠിച്ചാൽ പോരാ കേട്ടോ. താഴെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് പ്രസ് ചെയ്ത് തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടി പ്രസ് ചെയ്തേക്കുക. അപ്പോൾ നമ്മുടെ ചാനലിൽ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നോട്ടിഫിക്കേഷൻ കിട്ടിക്കോളും. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ എന്നെ കമന്റ് ബോക്സിൽ അറിയിക്കണം. നമുക്ക് ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമുക്കൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഡിസ്കസ് ചെയ്യാം. അതായത് ബോർഡ് എക്സാമിന് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരിക എന്ന് വിചാരിക്കും. A moving magnet can be used to generate electric currents. Explain. ഒരു മൂവിംഗ് മാഗ്നറ്റ് ഇലക്ട്രിക് കറന്റിനെ ജനറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. എങ്ങനെ? എക്സ്പ്ലെയിൻ. അല്ലെങ്കിൽ ക്വസ്റ്റ്യനിൽ എക്സ്പ്ലെയിൻ വിത്ത് ആൻ ആക്ടിവിറ്റി അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ വിത്ത് ആൻ എക്സ്പെരിമെന്റൽ ആക്ടിവിറ്റി അങ്ങനെയൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻ വരും. അതായത് ഒരു എക്സ്പെരിമെന്റ് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്, ഒരു ആക്ടിവിറ്റി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് വിത്ത് എ ഫിഗർ വിത്ത് എ കൺക്ലൂഷൻ നമ്മൾ ആൻസർ എഴുതണം. 5 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാം. ഓക്കെ, 3 മാർക്ക് ക്വസ്റ്റ്യനോ 5 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാം. ജസ്റ്റ് 2 മാർക്സിനും ചോദിക്കാം. 2 മാർക്കിനാണ് ചോദിക്കുന്നെങ്കിൽ ജസ്റ്റ് പോയിന്റ് എഴുതിയാൽ മതി. 3 മാർക്കിനാണെങ്കിൽ ഫിഗർ പ്ലസ് പോയിന്റ് വേണ്ടി വരും. 5 മാർക്കിനാണെങ്കിൽ ഫിഗർ വരക്കണം, ഡീറ്റെയിൽ ആയിട്ട് നമ്മളുടെ ഫിഗറിനെ കുറിച്ച് എഴുതണം. ഇതിൽ നിന്ന് ഈ എക്സ്പെരിമെന്റിന്റെ വർക്കിംഗ് ഡീറ്റെയിൽ ആയിട്ട് എഴുതണം, അതിന്റെ കൺക്ലൂഷൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് വേണം. എന്നാലേ 5 മാർക്സ് കിട്ടുകയുള്ളൂ. 5 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാം. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ഏരിയയാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നെ ചോദിക്കുന്നില്ല, ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് ചോദിക്കാം. കൺസെപ്റ്റ് ആൻസർ ഇത് തന്നെയാണ്. അപ്പൊ ശ്രദ്ധിക്കുക. ഓക്കെ, ഞാനിവിടെ ഒരു കോയിൽ എടുത്തിട്ടുണ്ട്. അത് ഒരു ഗാൽവാനോമീറ്ററിനോട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു സ്ട്രോങ് ബാർ മാഗ്നറ്റും എടുത്തിട്ടുണ്ട്. സിമ്പിൾ അപ്പാരറ്റസ് ആണ്. എന്തൊക്കെയുണ്ട്? വി ടേക്ക് എ കോയിൽ AB ആൻഡ് വി കണക്ട് ഇറ്റ് ടു ദ ഗാൽവാനോമീറ്റർ. AB എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ആൻസർ എഴുതണം, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഓക്കെ, നമ്മളൊരു കോയിൽ എടുക്കുന്നു, അതിന്റെ 2 ends A and B നമ്മളൊരു ഗാൽവാനോമീറ്ററിലോട്ട് കണക്ട് ചെയ്യുന്നു. ഒരു സ്ട്രോങ് ബാർ മാഗ്നറ്റ് എടുക്കുന്നു. ഗാൽവാനോമീറ്റർ എന്തിനാ? അത് MCQ ആയിട്ട് ചോദിക്കുന്ന കേട്ടോ. ബോർഡ് എക്സാമിന് 20 മാർക്സ് MCQ ഉള്ളതല്ലേ ഈ സബ്ജക്റ്റിൽ നിന്ന്. അപ്പോൾ നല്ലപോലെ ക്വസ്റ്റ്യൻസും 1 വേർഡ് ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാം. അതിൽ ചോദിക്കാവുന്ന ഒരു സംഭവമാണ് ഗാൽവാനോമീറ്റർ ഇൻസ്ട്രുമെന്റ്. എന്ത് മെഷർ ചെയ്യാനാണ്? കറന്റിന്റെ പ്രസൻസ് മെഷർ ചെയ്യാൻ. ഓക്കെ, ഇലക്ട്രിക് കറന്റിന്റെ പ്രസൻസ് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ആണ് ഗാൽവാനോമീറ്റർ. ഗാൽവാനോമീറ്റർ ഇസ് യൂസ്ഡ് ടു മെഷർ ദ പ്രസൻസ് ഓഫ്
or to identify the presence of electric current. Okay, അപ്പോൾ സിമ്പിൾ സെറ്റപ്പ് ആണ്. ഇതാ ഒരു കോയിൽ, അതിന്റെ രണ്ടറ്റം ഗാൽവനോമീറ്ററിലോട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഞാനൊരു സ്ട്രോങ് ബാർ മാഗ്നറ്റ് എടുത്തു. ഇതാ ഇനി ഈ ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ, ഞാനിവിടെ രണ്ട് പിക്ചർ വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ കൺസിഡർ ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഈ ബാർ മാഗ്നറ്റ് ഇപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ, ഈ സെറ്റപ്പിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഗാൽവനോമീറ്ററിന്റെ റീഡിങ് 0 ആണ് കേട്ടോ, 0. ഞാൻ ഈ ബാർ മാഗ്നറ്റിനെ ഇങ്ങോട്ട് നീക്കുമ്പോൾ, അതായത് നമ്മുടെ കോയിലിന്റെ എൻഡ് ബി ടുവേർഡ്സ് എൻഡ് ബിയിലോട്ട് ഞാൻ ഈ ബാർ മാഗ്നറ്റിന്റെ നോർത്ത് പോൾ ഫേസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ നീക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയോ? ഈ ഗാൽവനോമീറ്ററിൽ ഒരു ഡിഫ്ലക്ഷൻ ഉണ്ടാവും. മൊമെന്ററി ഡിഫ്ലക്ഷൻ ആയിരിക്കും. മൊമെന്ററി ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മൊമെന്റിനെ ഉണ്ടാവുള്ളൂ, ജസ്റ്റ് സെക്കൻഡിനെ ഉണ്ടാവുള്ളൂ. അപ്പൊ തന്നെ അത് വീണ്ടും 0യിലോട്ട് ഡ്രോപ്പ് ചെയ്യും. മൊമെന്ററി ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അതിനെന്താ കാരണം? ഗാൽവനോമീറ്ററിലെ ഡിഫ്ലക്ഷൻ കാണിക്കപ്പോഴാണ് കറന്റിന്റെ പ്രസൻസ് ഉള്ളപ്പോൾ. ഈ ബാർ മാഗ്നറ്റ് കോയിലിന്റെ അടുത്തേക്ക് നീങ്ങിയപ്പോൾ ഇവിടെ ഡിഫ്ലക്ഷൻ കാണിച്ചു. മീൻസ് ബാർ മാഗ്നറ്റ് കോയിലിന്റെ അടുത്തേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവുന്നുണ്ട്? കറന്റ് ഉണ്ടാവുന്നുണ്ട്. ഓക്കെ, അപ്പോ ജസ്റ്റ് റൈറ്റ് സൈഡിലോട്ട് ഡിഫ്ലക്ഷൻ കാണിച്ചു. ഇനി ഞാൻ എന്നിട്ട് 0 ആയി. അതിനുശേഷം ഞാൻ ഈ ബാർ മാഗ്നറ്റിനെ വീണ്ടും നീക്കുകയാണ് അങ്ങോട്ട്. അതായത് ആദ്യം നമ്മൾ കോയിലിന്റെ അടുത്തോട്ട് നീക്കി. ഇനി കോയിലിൽ നിന്ന്, അതാണ് ഞാൻ നേരോ മാർക്ക് ഇങ്ങനെ കാണിച്ചത്, ആദ്യം ഇങ്ങോട്ട് പിന്നെ അങ്ങോട്ട്. ഈ ബാർ മാഗ്നറ്റിനെ കോയിലിന്റെ അടുത്തുനിന്ന് ദൂരോട്ട്, അതായത് കോയിലിന്റെ ഈ ബി എന്ന് പറയുന്ന എൻഡിൽ നിന്ന് ഇങ്ങനെ നമ്മൾ സൗത്തിലേക്ക് ഈ ബാർ മാഗ്നറ്റ് തിരിച്ചിങ്ങനെ വലിക്കുകയാണ്, വിഡ്രോ ചെയ്യുകയാണ്. അപ്പോഴും എനിക്ക് ഇവിടെ മൊമെന്ററി ഡിഫ്ലക്ഷൻ ഗാൽവനോമീറ്ററിൽ, അതായത് ഈ ബാർ മാഗ്നറ്റിനെ ഞാൻ അങ്ങോട്ട് മൂവ് ചെയ്യുമ്പോഴും ഇവിടെ കറണ്ട് ഉണ്ടാകുന്നുണ്ട്. ഞാൻ ബാർ മാഗ്നറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്തപ്പോഴും, അതായത് അടുത്തേക്ക് കോയിലിന്റെ അടുത്തേക്ക് കൊണ്ടുവന്നപ്പോഴും, കോയിലിന്റെ അടുത്തുനിന്ന് വിഡ്രോ ചെയ്തപ്പോഴും ഇവിടെ ഡിഫ്ലക്ഷൻ കാണിച്ചു. അതിന്റെ അർത്ഥം ബാർ മാഗ്നറ്റ് കോയിലിന്റെ അടുത്തേക്ക് വരുമ്പോഴും വിഡ്രോ ചെയ്യുമ്പോഴും ഇവിടെ കറന്റ് ഉണ്ടാവുന്നുണ്ട്. ആ കറന്റ് ഇൻഡ്യൂസ്ഡ് ആവുന്ന കാരണമാണ് ഇവിടെ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. ആകെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഈ ബാർ മാഗ്നറ്റിനെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ റൈറ്റ് സൈഡിലോട്ടാണ് ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണിച്ചതെങ്കിൽ, ഈ ബാർ മാഗ്നറ്റിനെ നമ്മൾ വിഡ്രോ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും ഡിഫ്ലക്ഷൻ. അങ്ങനെയാണ് ഞാൻ ഈ രണ്ട് ഡയഗ്രാം വരച്ചത്. അടുത്തേക്ക് വരുമ്പോൾ ഡിഫ്ലക്ഷൻ ഇങ്ങനെയാണെങ്കിൽ അകന്ന് പോകുമ്പോൾ ഇങ്ങനെയായിരിക്കും. രണ്ട് കേസിലും ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ ഓപ്പോസിറ്റ് ഡിറക്ഷൻ. അതായത് ബാർ മാഗ്നറ്റ് ഇങ്ങോട്ട് നീങ്ങുമ്പോഴും അങ്ങോട്ട് പോകുമ്പോഴും കറണ്ട് ഇൻഡ്യൂസ്ഡ് ആവുന്നുണ്ട്. ആ കറണ്ടിന്റെ ഡിറക്ഷൻ രണ്ട് കേസിലും പക്ഷെ റിവേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഗാൽവനോമീറ്ററിലെ റീഡിങ്ങും റിവേഴ്സ് ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ ഈ ബാർ മാഗ്നറ്റിനെ നിർത്തിയാലോ? അതിന്റെ മൂവ്മെന്റ് ഒക്കെ നിർത്തി. സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ അനങ്ങാതെ നിൽക്കുമ്പോൾ എന്താ ഇവിടെ ഡിഫ്ലക്ഷൻ 0 ആയിരിക്കും. അതായത് ബാർ മാഗ്നറ്റ് അനങ്ങാത്തപ്പോൾ ഇവിടെ എന്താ ഇലക്ട്രിക് കറണ്ട് ഇൻഡ്യൂസ്ഡ് ആവുന്നില്ല. ഇലക്ട്രിക് കറണ്ട് ഇല്ലെങ്കിൽ ഗാൽവനോമീറ്ററിന്റെ റീഡിംഗ് എന്തായിരിക്കും? 0 കാണിക്കും. അപ്പോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? വെൻ എ ബാർ മാഗ്നറ്റ് is moving in relation with എന്താ കോയിൽ, ഒരു കോയിലുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ബാർ മാഗ്നറ്റ് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഓക്കെ, വെൻ എ ബാർ മാഗ്നറ്റ് is moving related to എന്താ ഒരു കോയിൽ, അങ്ങനെ ആവുമ്പോൾ എന്താ then an electric current is induced. ഇത് ആദ്യം കണ്ടുപിടിച്ചത് ആരാ? അതായത് ഒരു കോയിലിന്റെ ടേംസിൽ ഒരു ബാർ മാഗ്നറ്റ്, ഒരു കോയിലുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് ഒരു ബാർ മാഗ്നറ്റ് നീങ്ങുമ്പോൾ അവിടെ കറന്റ് ഉണ്ടാവുന്നുണ്ട് എന്ന് ആദ്യം ഒബ്സർവ് ചെയ്തത് ആരാ? മൈക്കൽ ഫാരഡേ. ഓക്കെ, മൈക്കൽ ഫാരഡേ. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെന്റുമായിട്ട് ബന്ധപ്പെട്ട് ക്വസ്റ്റ്യൻ വന്നാൽ ആദ്യം പറയാം എന്ത്? ആദ്യം ഈ ഒരു അപ്പാരറ്റസ് വരയ്ക്കുക. എന്നിട്ട് ബാർ മാഗ്നറ്റ് ഇങ്ങോട്ട് നീങ്ങുമ്പോഴും അങ്ങോട്ട് നീങ്ങുമ്പോഴും ഗാൽവനോമീറ്ററിൽ റീഡിങ് കാണിക്കുന്നുണ്ട്. അതായത് മാഗ്നറ്റ് അടുത്തേക്ക് മൂവ് ചെയ്യുമ്പോഴും ടുവേർഡ്സ് മൂവ് ചെയ്യുമ്പോഴും വിഡ്രോ ചെയ്യുമ്പോഴും അവിടെ ഇലക്ട്രിക് കറണ്ട് ഇൻഡ്യൂസ്ഡ് ആവുന്നുണ്ട് എന്ന് പറയാം. ഈ രണ്ട് കേസിലും കറണ്ട് ഇൻഡ്യൂസ്ഡ് ആവുന്ന ഡിഫറെന്റ് ഡിറക്ഷനിലാണ്. അതുകൊണ്ട് ഗാൽവനോമീറ്ററിലെ റീഡിങ്ങും ഡിഫറെന്റ് ഡിറക്ഷനിലാണ് എന്നുള്ളത് പറയാം. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നത് എന്താണ്? വെൻ എ ബാർ മാഗ്നറ്റ് is moving related to this coil, a current is induced. എന്നിട്ട് പറയാം ഇങ്ങനെ ഒരു ഒബ്സർവേഷൻ, ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് ആദ്യം എത്തിയത് ആരാ? മൈക്കൽ ഫാരഡേ. ഓക്കെ, മൈക്കൽ ഫാരഡേ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷന്റെ ബേസിക് പ്രിൻസിപ്പിൾസ് ഒക്കെ കൊണ്ടുവന്ന വ്യക്തി. അപ്പൊ അതുകൂടി പറയാം. പിന്നെ പറയാം ഇവിടെ മാഗ്നറ്റ് മൂവ് ചെയ്യുമ്പോൾ കറന്റ് ഇൻഡ്യൂസ്ഡ് ആവുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ടാണ്? ഇങ്ങനെ മാഗ്നറ്റ് മൂവ് ചെയ്യുന്ന ടൈമിൽ അവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവുന്നുണ്ട്. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഇവിടെ കറന്റിനെ ഇൻഡ്യൂസ് ചെയ്യുന്നത്.
അങ്ങനെ കറണ്ട് ഇൻഡ്യൂസ്ഡ് ആവുന്ന കാരണമാണ് ഈ കോയിലിൽ അപ്പോൾ ഒരു കറണ്ട് ഇൻഡ്യൂസ്ഡ് ആവുന്ന കാരണമാണ് ഗാൽവാനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യുന്നത്. മൊമെന്ററി ഡിഫ്ലക്ഷൻ ആണ്, അതായത് ആ നീങ്ങുന്ന ടൈമിൽ മാത്രമേ കറണ്ട് ഇൻഡ്യൂസ്ഡ് ആവുന്നുള്ളൂ. അപ്പൊ ആ ഒരു കറണ്ട് ഇൻഡ്യൂസ്ഡ് ആവുന്ന ആ ഫ്യൂ സെക്കൻഡ്സിനാണ് ഇവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് മൊമെന്ററി ഡിഫ്ലക്ഷൻ എന്ന് പറയണം, അല്ലാതെ ജസ്റ്റ് ഗാൽവാനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫുൾ മാർക്ക് കിട്ടിയെന്ന് വരില്ല. മൊമെന്ററി ഡിഫ്ലക്ഷൻ എന്നുള്ള വാക്ക് അവിടെ ഫോക്കസ് ചെയ്ത് പറയണം. ഓക്കെ, ഇനി നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടി ഒരു ആക്ടിവിറ്റി നോക്കാം. ഇതും എക്സാം എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ഡിഫൈൻ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയും. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ഒരു എക്സ്പെരിമെന്റൽ ആക്ടിവിറ്റി വെച്ചിട്ട് ഈ ഇൻഡക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. ഈ ആക്ടിവിറ്റി എന്നുള്ള നമ്മുടെ ഒബ്സർവേഷൻ പറയാൻ പറയും. ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനെ കുറിച്ച് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും ഈ ഒരു ഫിഗർ വെച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഇതാണ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ബോർഡ് എക്സാമിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ ഫിഗർ വരച്ചിട്ട് ആ ഫിഗറിലെ അപ്പാരറ്റസ് എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്ന് എഴുതണം. അതിനാണ് ഞാൻ ഇവിടെ പറയുന്നത്, ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അതായത് നമ്മൾ രണ്ട് കോയിൽസ് എടുക്കുന്നുണ്ട്. ഫസ്റ്റ് കോയിലിനെ പ്രൈമറി കോയിലും സെക്കൻഡ് കോയിലിനെ സെക്കൻഡറി കോയിലും പറയും. ഓക്കെ, രണ്ട് കോയിൽസ് എടുക്കുന്നുണ്ട്, പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും. പ്രൈമറി കോയിൽസിന് മോർ നമ്പർ ഓഫ് ടേൺസ് ഉണ്ടാവും, സെക്കൻഡറി കോയിലിന് ലെസ് നമ്പർ ഓഫ് ടേൺസ്. സപ്പോസ് ഇതിന് 100 ടേൺസ് ആണെങ്കിൽ ഇതിന് 50 ടേൺസ്. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രൈമറി കോയിൽ, ഇതാണ് സെക്കൻഡറി കോയിൽ. പ്രൈമറി കോയിൽ നമ്മൾ ഒരു സർക്യൂട്ട് ആയിട്ട് കണക്ട് ചെയ്യുന്നു. സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ സർക്യൂട്ട്, കറണ്ട് ഫ്ലോ ചെയ്യാവുന്ന ഒരു സിമ്പിൾ സർക്യൂട്ട് എടുത്താൽ മതി. ഒരു പ്ലഗ് കീയും ഒരു ബാറ്ററിയും ഉള്ള. ഓക്കെ, നെഗറ്റീവ് ടെർമിനലും പോസിറ്റീവ് ടെർമിനലും വരച്ച് അപ്പോൾ ഫസ്റ്റ് കോയിൽ നമ്മുടെ പ്രൈമറി കോയിൽ നമ്മൾ ഒരു സർക്യൂട്ടിനോട് കണക്ട് ചെയ്ത്, നമ്മുടെ സെക്കൻഡറി കോയിൽ നമ്മൾ ഗാൽവാനോമീറ്ററിലോട്ടും കണക്ട് ചെയ്ത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? അപ്പൊ ഈ ഫിഗർ വരയ്ക്കുക, ഇത്രയുമാണ് നമ്മുടെ പാറ്റേഴ്സിലുള്ളത്. ഇനി വർക്കിംഗ്, അതായത് നമ്മളിവിടെ പ്ലഗ് കീ ഓൺ ആക്കുമ്പോഴുണ്ടല്ലോ, ഇതിലൂടെ കറന്റ് ഫ്ലോ ചെയ്യും. ഈ പ്രൈമറി കോയിൽ സർക്യൂട്ടിനോട് കണക്ട് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഈ സർക്യൂട്ട് ഓൺ ആക്കുമ്പോൾ, പ്ലഗ് ഓൺ ആക്കുമ്പോൾ ഫസ്റ്റ് സർക്യൂട്ടിൽ കൂടെ കറന്റ് ഫ്ലോ ചെയ്യും. അപ്പോൾ സെക്കൻഡ് സർക്യൂട്ടിൽ ഗാൽവാനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യും. ഗാൽവാനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്യുന്നത് എപ്പോഴാണ്? കറന്റിന്റെ പ്രസൻസ് ഡിഫ്ലക്ട് ചെയ്യുമ്പോൾ. കറന്റ് പ്രൈമറി കോയിൽ കൂടെ അല്ലേ പോകുന്നത്. സെക്കൻഡറി കോയിൽ നമ്മൾ വല്ല സർക്യൂട്ട് കണക്ഷൻ കൊടുത്തിട്ടുണ്ടോ? സെക്കൻഡറി കോയിൽ വല്ല കറണ്ട് ഉണ്ടോ? പിന്നെന്താ സെക്കൻഡറി കോയിലെ ഗാൽവാനോമീറ്റർ ഇങ്ങനെ ഡിഫ്ലക്ഷൻ കാണിച്ചേ? അപ്പൊ എന്തോ ഉണ്ടല്ലോ. ഫസ്റ്റ് സർക്യൂട്ടിൽ ഫസ്റ്റ് കോയിലാണ് കറന്റ് ഫ്ലോ ചെയ്തത്, പക്ഷെ സെക്കൻഡ് കോയിലെ ഗാൽവാനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. അതായത് അപ്പൊ സെക്കൻഡറി കോയിലും എന്തോ ഒരു കറന്റ് ഉണ്ട്. അതെന്താ സംഭവം? ഓക്കെ, അതായത് ഇവിടെ നമ്മൾ പ്ലഗ് ഓൺ ആക്കുമ്പോൾ ഇവിടെ കറന്റ് ഫ്ലോ ചെയ്യുമ്പോൾ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്, ഫസ്റ്റ് കോയിലെ മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് വരുന്നുണ്ട്. കാരണം അത്രയും നേരം ഓഫ് ആയിരുന്നു. പെട്ടെന്ന് പ്ലഗ് ഓൺ ആക്കുമ്പോൾ പെട്ടെന്ന് കറന്റ് ഫ്ലോ ചെയ്ത് കൊടുക്കുമ്പോൾ കറന്റിന് അവിടെ ഒരു ചേഞ്ച് അല്ലേ വന്നത്. പെട്ടെന്ന് ഒരു ചേഞ്ച് വന്നപ്പോൾ ഇവിടുത്തെ പ്രൈമറി കോയിലെ മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് വന്നു. പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും കണക്റ്റഡ് ആണല്ലോ. അതുകൊണ്ട് പ്രൈമറി കോയിലെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്തപ്പോൾ സെക്കൻഡറി കോയിലെ മാഗ്നറ്റിക് ഫീൽഡും ചേഞ്ച് ചെയ്തു. സെക്കൻഡറി ഫീൽഡിലെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്തപ്പോൾ എന്തുണ്ടായി? ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു കറന്റിനെ ഇൻഡ്യൂസ് ചെയ്തു. അങ്ങനെ സെക്കൻഡറി കോയിൽ ഒരു ഇൻഡ്യൂസ്ഡ് കറന്റ് ഉണ്ടായി. ആ കറന്റ് കാരണമാണ് ഇവിടെ ഗാൽവാനോമീറ്റർ ഡിഫ്ലക്ഷൻ കാണിച്ചത്. മനസ്സിലായോ? ഇനി ഞാൻ പെട്ടെന്ന് ഇവിടെ പ്ലഗ് ഓഫ് ആക്കി, അപ്പോഴും ഇവിടെ ഗാൽവാനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണിച്ചു. ഒരു മൊമെന്ററി ഡിഫ്ലക്ഷൻ, രണ്ട് കേസിലും മൊമെന്ററി ഡിഫ്ലക്ഷൻ. അതെന്താ സംഭവം? ഇപ്പോ കറന്റ് ഫ്ലോ ചെയ്ത് തുടങ്ങിയപ്പോ ഇവിടെ ഗാൽവാനോമീറ്റർ കാണിച്ച റീസൺ നമ്മൾ പറഞ്ഞു. ഇനി പ്ലഗ് ഓഫ് ആക്കിയിട്ട് ഇവിടെ എന്താ ഗാൽവാനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്തത്? അതായത് അത്ര നേരം ഓൺ ആക്കിയിട്ട് ഇങ്ങനെ കറന്റ് ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്നല്ലോ. പെട്ടെന്ന് ഞാൻ ഓഫ് ആക്കിയപ്പോൾ പെട്ടെന്ന് കറന്റിന്റെ സ്റ്റേറ്റിന് ഒരു ചേഞ്ച് വന്നില്ലേ? ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുന്ന കറന്റ് പെട്ടെന്ന് സ്റ്റോപ്പായി. ഇവിടുത്തെ കറന്റിന്റെ സ്റ്റേറ്റിന് ചേഞ്ച് വന്നപ്പോൾ എഗെയിൻ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് വന്നു. പ്രൈമറി കോയിലെ മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് വന്നാൽ സെക്കൻഡറി കോയിലെ മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് വരും. സെക്കൻഡറി കോയിലെ മാഗ്നറ്റിക് ഫീൽഡിന് ചേഞ്ച് വന്നപ്പോൾ അവിടെ എഗെയിൻ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായി. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ത് ചെയ്തു? ഇവിടെ എഗെയിൻ ഒരു കറന്റിനെ ഇൻഡ്യൂസ് ചെയ്തു.
അതുകൊണ്ടാണ് ഗാൽവനോമീറ്ററിൽ പിന്നെയും ഡിഫ്ലക്ഷൻ കാണിച്ചത്. അതായത് ഇവിടെ പ്ലഗ് ഓൺ ആക്കി കറണ്ട് ഓടി തുടങ്ങുമ്പോഴും ഇവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവുന്നുണ്ട്. പ്ലഗ് ഓഫ് ആക്കി ഈ കോയിലിലെ കറണ്ട് പെട്ടെന്ന് നിൽക്കുമ്പോഴും ഇവിടെ ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് രണ്ട് കേസിലും ഗാൽവനോമീറ്റർ ഡിഫ്ലക്ട് ചെയ്തത്. പക്ഷേ രണ്ട് കേസിലും ഉണ്ടാകുന്ന കറണ്ട് ഓപ്പോസിറ്റ് ഡിറക്ഷനിലായിരിക്കും. അതുകൊണ്ട് ഗാൽവനോമീറ്ററിലെ മൊമെന്ററി ഡിഫ്ലക്ഷനും ഓപ്പോസിറ്റ് ഡിറക്ഷൻ ആയിരിക്കും. ആദ്യം റൈറ്റ് സൈഡിലോട്ടാണ് ഡിഫ്ലക്ട് ചെയ്തെങ്കിൽ പിന്നെ ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും ഡിഫ്ലക്ട് ചെയ്യാം. മനസ്സിലായോ? അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? പ്രൈമറി കോയിലിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ചേഞ്ച് ചെയ്യുന്നത് വഴി സെക്കൻഡറി കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടായി. ഈ പ്രോസസ്സിനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയാം. അതായത് ദ പ്രോസസ് ബൈ വിച്ച് the change in a magnetic field inducing a current is called electromagnetic induction. ഒരു കോയിലിന്റെ മാഗ്നറ്റിക് ഫീൽഡിൽ വരുന്ന ചേഞ്ച് മറ്റൊരു കോയിലില് എന്താ കറണ്ട് ഇൻഡ്യൂസ് ചെയ്തു. അങ്ങനെ മാഗ്നറ്റിക് ഫീൽഡിൽ ചേഞ്ച് വരുത്തി ഇൻഡ്യൂസ്ഡ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. The process by which a change in magnetic field induces a current. ആ ഒരു പ്രോസസ്സിനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറയാം. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു ഫിഗർ വരയ്ക്കുക. ഫിഗറിൽ എന്തെല്ലാം ഉണ്ടെന്ന് പറയാം. നമ്മളിവിടെ പ്ലഗ് ഓൺ ആക്കിയപ്പോൾ എന്ത് പറ്റി, ഓഫ് ആക്കിയപ്പോൾ എന്ത് പറ്റി എന്ന് പറയാം. വർക്കിംഗ് പറയാം. ഓൺ ആക്കുന്നതും ഓഫ് ആക്കുന്നതും ഇവിടെ ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നു. എന്നിട്ട് ഒബ്സർവേഷൻ പറയാം. ഓൺ ആക്കിയപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിച്ചു, അതിന്റെ അർത്ഥം ഇവിടെ ഒരു കറണ്ട് ഉണ്ടാകുന്നതാണ്. ഓഫ് ആക്കിയപ്പോഴും ഇവിടെ പ്ലഗ് ഓഫ് ആക്കിയപ്പോഴും ഗാൽവനോമീറ്ററിൽ ഡിഫ്ലക്ഷൻ കാണിച്ചു, അതിന്റെ അർത്ഥം ഇവിടെ പ്ലഗ് ഓഫ് ആക്കിയപ്പോഴും ഇവിടെ ഒരു ഇൻഡ്യൂസ്ഡ് കറണ്ട് ഉണ്ടായിരുന്നാണ്. അതിന്റെ റീസൺ ഒക്കെ പറഞ്ഞ് നിങ്ങളുടെ ഒബ്സർവേഷൻ അല്ലെങ്കിൽ കൺക്ലൂഷൻ എഴുതുക. എന്നിട്ട് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻജക്ഷനെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്തത് എന്താ? ദ പ്രോസസ് ബൈ വിച്ച് എ ചേഞ്ച് ഇൻ മാഗ്നറ്റിക് ഫീൽഡ് ഇൻഡ്യൂസിങ് എ കറന്റ് ഈസ് കോൾഡ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഓക്കെ, ഇത് കണ്ടുപിടിച്ചത് ആരാ? മൈക്കൽ ഫാരഡേ. നമുക്കിനി അനദർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് നോക്കാം. ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ. ഓക്കെ, ആക്ച്വലി റൈറ്റ് ഹാൻഡിൻ്റെ നമ്മുടെ തമ്പും മിഡിലും അതുപോലെ തന്നെ ഫോർ ഫിംഗറും ഇത് ഞാനൊന്ന് വരക്കാൻ നോക്കിയതാണ്. വരച്ചപ്പോൾ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് വെച്ചായിരുന്നു ഞാൻ വരച്ച് നോക്കിയത്. ഇങ്ങനെ വരച്ചതാ, ഫ്ലോപ്പായി പോയി. പക്ഷെ കുഴപ്പമില്ല, നിങ്ങൾക്ക് സംഭവം മനസ്സിലായി. അതായത് ജസ്റ്റ് തമ്പ്, ഫോർ ഫിംഗർ, മിഡിൽ. ഓക്കെ, ഇത് മൂന്നും സ്ട്രെച്ച് ചെയ്ത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പിടിക്കുക. അങ്ങനെയാണെങ്കിൽ നമ്മുടെ തമ്പ് പോയിന്റ് ചെയ്യുന്നത് മോഷന്റെ ഡിറക്ഷനിലോട്ടാണെങ്കിൽ ഫോർ ഫിംഗർ പോയിന്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷനിലോട്ടാണെങ്കിൽ മിഡിൽ ഫിംഗർ പോയിന്റ് ചെയ്യുന്നത് എങ്ങോട്ടായിരിക്കും? ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡിറക്ഷൻ. നമ്മളിപ്പോൾ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ പഠിച്ചപ്പോൾ ഇൻഡ്യൂസ്ഡ് കറണ്ട് എന്താണെന്ന് പഠിച്ചു ഇല്ലേ? പ്രൈമറി കോയില് കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ സെക്കൻഡറി കോയില് ഫോം ചെയ്യുന്ന കറണ്ട് ആണ് എന്ത്? ഇൻഡ്യൂസ്ഡ് കറണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ പഠിച്ചു. ഈ ഇൻഡ്യൂസ്ഡ് കറണ്ടിന്റെ ഡിറക്ഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹൗ ക്യാൻ യു ഫൈൻഡ് ദ ഡിറക്ഷൻ ഓഫ് ദ ഇൻഡ്യൂസ്ഡ് കറണ്ട് പ്രൊഡ്യൂസ്ഡ്? എങ്ങനെ കണ്ടുപിടിക്കാം? We can find the direction of induced current by applying Fleming's right hand rule. പിന്നെ another question ആണ് Fleming's right hand rule explain ചെയ്യാൻ പറയാം. അപ്പോൾ എന്താ? Stretch your right hand in such a way that your thumb, your forefinger, your middle are stretched mutually perpendicular. Okay, ഇവര് മൂന്ന് പേര് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആണ് എന്നുള്ള രീതിയിൽ സ്ട്രെച്ച് ചെയ്ത് പിടിക്കുക. അങ്ങനെയാണെങ്കിൽ തമ്പ് പോയിന്റ് ചെയ്യുന്നത് മോഷന്റെ ഡിറക്ഷനിലോട്ടാണെങ്കിൽ ഫോർ ഫിംഗർ അല്ലെങ്കിൽ ഇൻഡെക്സ് ഫിംഗർ പോയിന്റ് ചെയ്യുന്നത് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിറക്ഷനിലോട്ടാണെങ്കിൽ എന്താ? മിഡിൽ ഫിംഗർ പോയിന്റ് ചെയ്യുന്നത് ഇൻഡ്യൂസ്ഡ് കറന്റിന്റെ ഡിറക്ഷനിലോട്ടായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച മൂന്ന് ടോപ്പിക്കും ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ, പിന്നെ ഫസ്റ്റ് പഠിച്ചത് എന്താ? ഒരു മൂവിംഗ് ബാർ മാഗ്നറ്റ് കറന്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ മൂന്ന് ടോപ്പിക്കും ബോർഡ് എക്സാമിന് മാറി മാറി ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അപ്പം ഇന്നത്തെ ക്ലാസ് കേട്ട് ഈ മൂന്ന് ടോപ്പിക്കും ഇന്ന് തന്നെ പഠിച്ചേക്കാം. ഇതിൽ നിന്നുള്ള മാർക്ക് ഉറപ്പിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡ് ചെയ്യാം. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിന് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ താങ്ക് യു, ബൈ ബൈ.